പേടിച്ചുപോയി. നീ എന്തിനാ ദാസ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വരാൻ പറഞ്ഞ് വിളിക്കണേ? നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരെ? ഓഹോ, എന്നാലും എനിക്ക് ഇന്നലെ അത്ര അടി കിട്ടിയപ്പോ നീ ഓടിക്കളഞ്ഞില്ല. നീ സന്തോഷായി. ആ പിന്നെ ഞാൻ എന്താ അവിടെ നിന്ന് കഥകളി കളിക്കണായിരുന്നോ? പിന്നെ നല്ല സ്നേഹം. എനിക്കൊരു കാര്യം അറിയോ, ഇന്നലെ അത്ര അടി ഇട്ടിട്ട് ഞാൻ എന്നെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിട്ടില്ല. എന്റെ പൊന്ന് ദാസ, ഇത് പറയാനാണ് നീ പിന്നെ വിളിച്ചേ? നിർത്ത്. അല്ല നീതു, ഇനി എനക്ക് എന്റെ ശല്യധികം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ, അത് ചോദിച്ചിട്ട് ഞാൻ പൊക്കോളാം. അനാഥി പീഡിക്കാരൻ പ്രകാശേട്ടന്റെ മോന്, ബസ് മുതലാളി ദാമോദരേട്ടന്റെ മോള് കെട്ടിച്ചേരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കെട്ടിച്ചേരുവോ? ഞാൻ ചോദിച്ചാലോ, അച്ഛൻ ഇന്നലെ വീട്ടിൽ പൊക്കിപ്പോ ചോദിച്ചാണ്. ദാസ, എനിക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ എന്റെ അമ്മേന്റെ തറവാട് വെച്ച് നോക്കുമ്പോ എന്റെ അച്ഛൻ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ലേ? ഈ കാണുന്ന സ്വത്തും ബസ്സും ഒക്കെ എന്റെ അച്ഛൻ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പൊ എന്റെ അവസ്ഥ ആരെക്കാട്ടിലും നന്നായിട്ട് എന്റെ അച്ഛന് മനസ്സിലാവും. അപ്പൊ ഈയും കഷ്ടപ്പെട്ടോക്ക്, എന്നാ എനക്കും അതൊക്കെ ഉണ്ടാവും. എന്നാ ഒരു കാര്യം പറയട്ടെ, എനിക്കാണ് നാളത്തെ ജോലി കിട്ടി. അച്ഛൻ ശരിയാക്കി തന്ന ചിലപ്പോ നാളെ തന്നെ പോയിരിക്കും. നാളെയോ? എന്താ ജോലി? ആ, +2 വെച്ച് എനിക്ക് എന്ത് വലിയ ജോലി കിട്ടാനല്ലേ? ആ പോയ 2 പേപ്പർ എഴുതിയെടുക്കണേ. അത് എന്റെ പിന്നാലാണെന്ന് പോയതാ. 10ലൊക്കെ ഈ നല്ലോണം പഠിക്കുന്നാണല്ലോ എല്ലാരും പറഞ്ഞേ. ആ, അതൊക്കെ എഴുതിയെടുക്കാം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം. എന്ത്? നീ ഞാൻ പോയവരെ തിരിച്ചു വരണവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഒരു വാക്ക്. ഒന്ന് പോയതാ സാ, എനിക്ക് ഈ സിനിമ ഡയലോഗ് ഒന്ന് പറയാം. ഞാൻ പോയി. ഒരു വാക്കല്ലേ തന്നിട്ട് പോ. നീ പോയിട്ട് വിളിച്ചാ മതി. കണ്ണു തുറക്കട്ടെ? തുറക്കുവാണേ? തീർന്നില്ലേ? ഞാൻ തുറക്കുക. സൂപ്പറായിട്ടുണ്ട്. നീ ഡാവഞ്ചിയാ, പൂവാറന്തോടിന്റെ ഡാവഞ്ചി. ഇത് ഏട്ടൻ, ഇത് നീ. ഇത് ഏട്ടൻ വെച്ചോട്ടെ. ഏട്ടനൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നേ. ഏട്ടൻ കുറച്ചു ദിവസത്തേക്ക് കുറച്ച് ദൂരെ പോവാ, ഒരു ഇടം വരെ. നമ്മുടെ അച്ഛനും അമ്മയും കൊറേ ആയില്ലേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. നമ്മുടെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടോ നമ്മളെ നോക്കുന്നേ. പാവല്ലേ നമ്മുടെ അച്ഛൻ. അച്ഛനൊന്ന് സഹായിക്കാൻ വേണ്ടി ഏട്ടനൊരു ജോലിക്ക് പോവാ. കൊറേ കാശുണ്ടാക്കിയിട്ട് ഏട്ടൻ തിരിച്ചു വരുള്ളൂ. ഏട്ടൻ തിരിച്ചു വരുമ്പോളേ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചോണ്ട് വരും. കിൻഡർ ജോയ്, കളർ പെൻസില്, കളർ ബോക്സ് എല്ലാം. അപ്പൊ നിനക്ക് ക്ലാസ്സിലെ പെൺപിള്ളേരുടെ ഒക്കെ അടുത്ത് പോകുമ്പോ നിനക്ക് ഷൈൻ ചെയ്യാലോ. എല്ലാം ശരിയാവുമ്പോ നീ സ്കൂളിൽ പോണോട്ടോ. എല്ലാം ശരിയാവും, അടുത്ത് ശരിയാവും. ഏട്ടനെ അറിയേണ്ട പറ്റിയതാട്ടോ. അറിയേണ്ട പറ്റിയത്. അല്ലെങ്കിൽ വേണ്ട, അതിനെപ്പറ്റി സംസാരിച്ച എനിക്കും വിഷമവും. വെറുതെ എന്തിനാ? വാ, എണീക്ക് എണീക്ക്, വാ. ഇനി നീ ഓക്കെ വാ. നോക്ക്, ശ്രമിക്കേ, ശ്രമിക്കേ. കൂടാ. 1 2. ശ്രദ്ധിക്കണേ. ആ, കേറുക. സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി. പോയിട്ട് വാ.
ചേച്ചി ഓ ആ ഇരിക്കി. ആ ഞാൻ പറയാതിരിക്കുമായിരുന്നു. ഇരിക്കെ. ട്രെയിനാണല്ലേ? ആ ട്രെയിനാ സേഫ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവിടെ ഉണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. When I was in pre-degree, when I was in college, that ഒന്ന് time... നിർത്തടാ. 8ാം ക്ലാസ് 2 കൊല്ലം തോരട്ട അവൻ്റെ ഒരു പ്രീ ഡിഗ്രി. വാ തുറന്നാ കള്ളത്തരല്ലേ പറയുള്ളൂ. സംസാരിക്കാം. കുടിക്കടാ. അമ്മ ഓ അഖില് കിടക്ക. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. നല്ല തലവേദനയായിരുന്നു. വിളിക്കണോ? വേണ്ട, ഞാനൊന്ന് പോയി കണ്ടിട്ട്. ഉം. ദാസ, ഈ കുരുത്തക്കേട് കാണിക്കുമ്പോഴും പഠിക്കാതിരിക്കുമ്പോഴൊക്കെ അമ്മ എന്നെ തല്ലിയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാ അമ്മമാർക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. ദേ, ഇവനെ നോക്കിയ പോലെയും ഒക്കത്തെടുത്ത് വെച്ച പോലെയും കൊഞ്ചിച്ച പോലെയൊക്കെ അമ്മ എന്നെയും കൊഞ്ചിച്ചിട്ടുണ്ട്. അനക്ക് ഒന്നും ഓർമ്മയില്ലാത്തോണ്ടാ. ഈ എന്റെ മൂത്ത മോനല്ലടാ. ഈ അമ്മനോട് മനസ്സിൽ വെറുപ്പൊന്നും വെക്കല്ലേ. കൊറേ ഇഷ്ടാണ് അമ്മയ്ക്ക് എന്നെ. പിന്നെ പുതിയ സ്ഥലമാണ്, പുതിയ ആൾക്കാരാണ്. എല്ലാരോടും നന്നായി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ വേണം. സമയത്തിന് ഭക്ഷണവും കഴിക്കണം. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം കേട്ടോ. അനക്ക് ചീത്ത സ്വഭാവമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ. പുതിയ ജോലിക്കൊക്കെ പോകുമ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. പിന്നെ ചെന്നിട്ട് അമ്മ എല്ലാ ദിവസവും വിളിക്കണം. നമുക്കൊന്ന് ഇറങ്ങിയേക്കാം. സമയം